സവർക്കർ പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങില്ല എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. തരൂരോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ അറിയാതെയാണ് ഇത്തരമൊരു പുരസ്കാരം പ്രഖ്യാപിച്ചതെന്നും അവാർഡ് ഏറ്റുവാങ്ങില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. HRDS ഇന്ത്യയുടെ പ്രഥമ സവർക്കർ പുരസ്കാരം കോൺഗ്രസ് MP ആയി ശശി തരൂരിന് നൽകും എന്നായിരുന്നു സംഘാടകർ നേരത്തെ പ്രഖ്യാപിച്ചത്. ന്യൂഡൽഹി NDMC കൺവെൻഷൻ സെന്ററിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഈ ജേതാക്കൾക്കെല്ലാം അവാർഡ് സമ്മാനിക്കുന്നത്. ശശി തരൂരിനെ കൂടാതെ മറ്റ് 5 പേർ കൂടി പുരസ്കാര ജേതാക്കളാണ്. പൊതുസേവനത്തിലും സാമൂഹിക രാഷ്ട്രീയ രംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വിവിധ മേഖലകളിലെ പ്രഗത്ഭ വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ദേശീയ ആഗോളതലങ്ങളിലെ ഇടപെടലുകളാണ് തരൂരിനെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് HRDS അറിയിച്ചു. തരൂർ പരിപാടിയിൽ എത്തുമെന്ന് ഉറപ്പു നൽകിയതായും സംഘാടകർ പറയുന്നു. കേരളത്തിൽ കോൺഗ്രസിനും സംഘപരിവാറിനും ഇടയിലെ പാലമാണ് ശശി തരൂർ എന്നാണ് ഈയിടെ എതിർ രാഷ്ട്രീയക്കാർ പറയുന്നത്. സംഘപരിവാർ അനുകൂല NGO ആണ് HRDS. ജയിൽവാസം ഒഴിവാക്കാനും മറ്റുമായി ബ്രിട്ടീഷുകാരോട് പലവട്ടം മാപ്പ് പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തു എന്ന ആരോപണം നേരിടുന്ന ആളാണ് സവർക്കർ. ഗാന്ധി വധക്കേസിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്ത ഹിന്ദുത്വ തീവ്രവാദിയായ സവർക്കറുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരം എന്തിനാണ് ശശി തരൂരിന് നൽകുന്നതെന്നാണ് പൊതുവെ ഉയർന്ന ചോദ്യം. പുരസ്കാരം ഏറ്റുവാങ്ങാൻ തരൂർ സന്നദ്ധത അറിയിച്ചതായാണ് ആദ്യം സംഘാടകരായ HRDS പറഞ്ഞത്. അതേസമയം ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത് ഏത് സാഹചര്യത്തിലെന്നും എന്തിനെന്നും അറിയില്ലെന്ന് ശശി തരൂർ പറയുന്നു. പിന്നീടാണ് താൻ അവാർഡ് ഏറ്റുവാങ്ങാൻ പോകില്ല എന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ സമീപകാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് നടത്തുന്ന പ്രസ്താവനകൾ കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകാൻ അവർ തീരുമാനിച്ചത്. മഹാത്മാഗാന്ധി വധക്കേസിലെ പ്രതിയാണ് VT സവർക്കർ. അദ്ദേഹം ആ കേസിൽ ശിക്ഷിക്കപ്പെടാത്തത് സാങ്കേതിക സ്ഥിരീകരണം ഇല്ലെന്ന ഒരു കാരണം കൊണ്ടായിരുന്നു. ഹിന്ദുത്വ ആശയങ്ങളിലെ ശില്പിയായ സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിയ ആളാണെന്ന് നിരന്തരം വാദിക്കുന്നവരാണ് കോൺഗ്രസുകാർ. അതേ വിനായക് ദാമോദർ സവർക്കറിന്റെ പേരിലുള്ള പുരസ്കാരം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് എന്തിനു നൽകണം എന്ന ചോദ്യം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ കോൺഗ്രസ് ഈ വിഷയവും അതിൻ്റെതായ ഗൗരവത്തിൽ എടുത്തിട്ടില്ല. തരൂരിൻ്റെ സംഘപരിവാർ ചായ്വിനെ കോൺഗ്രസിൻ്റെ കേരള ഘടകവും പ്രോത്സാഹിപ്പിക്കുകയാണ്. ശശി തരൂർ വഴി കിട്ടുന്ന സംഘപരിവാർ വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിലാക്കാനാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. ഈ അവാർഡിൻ്റെ സ്വഭാവം എന്താണെന്നോ ഏത് സംഘടനയാണ് ഇത് സമ്മാനിക്കുന്നതെന്നോ മറ്റ് അനുബന്ധ വിവരങ്ങളോ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ താൻ പങ്കെടുക്കുമോ എന്നും അവാർഡ് സ്വീകരിക്കുമോ എന്നുമുള്ള ചോദ്യം പോലും ഉദിക്കുന്നില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത്. പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി കൊൽക്കത്തയിലേക്ക് പോകുമെന്നും ഓഫീസ് പറഞ്ഞു.